നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വിവാഹം കച്ചവടമാക്കി പണം കൊയ്യുന്ന മിടുക്കികളെ പറ്റിയാണ്. എൻ്റെ പരിചയക്കാരനായ ഡ്രൈവർ ഉണ്ണിയുടെ ഭാര്യ മരിച്ചത് പെട്ടെന്നായിരുന്നു. നാട്ടുകാർക്കെല്ലാവർക്കും ഉണ്ണിച്ചേട്ടനാണ്. 4 പെൺമക്കളുണ്ട്. 4 പേരും വിവാഹിതരാണ്. ഒറ്റപ്പെട്ടു പോയ ഉണ്ണിച്ചേട്ടനെ പള്ളിക്കാരാണ് ഒരു 2ാം വിവാഹത്തിന് എരിവ് കയറ്റത്. മെല്ലെ മെല്ലെ ഉണ്ണിക്കും ഒരു വ്യാമോഹം തോന്നി. പണി കഴിഞ്ഞ് വരുമ്പം കാത്തിരിക്കാനും കഞ്ഞി വെക്കാനും അന്തിക്കൂട്ടിനും മിണ്ടി പറയാനും ഒരുത്തി. അങ്ങനെ 63ാം വയസ്സിൽ ഒരു മകളുള്ള സ്ത്രീയെ ഉണ്ണിച്ചേട്ടൻ പെണ്ണ് കെട്ടി. കുറ്റം പറയരുതല്ലോ, അവരൊരു ഒന്നൊന്നര സ്ത്രീയായിരുന്നു. പെണ്ണുങ്ങൾ കണ്ടാൽ പോലും നോക്കി നിൽക്കുന്ന സ്ത്രീ. മരിച്ച ഭാര്യ ഒരു കിളവിയായിരുന്നെങ്കിൽ ഇതൊരു തീപ്പന്തം. അതോടെ മക്കൾ അലസിപ്പിരിഞ്ഞു. ഉണ്ണി നീതിമാനായിരുന്നു. 10 സെന്റ് വീടും തൻ്റെ കാലശേഷം 2ാം ഭാര്യയ്ക്ക് ഇഷ്ടദാനം എഴുതി നൽകി. മിടുമിടുക്കിയായ 2ാം ഭാര്യയാകട്ടെ സ്വന്തം മകളെ ആ സ്വത്ത് കാണിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചു വിട്ടു. 4-5 കൊല്ലത്തിനുള്ളിൽ ഉണ്ണിച്ചേട്ടൻ കാലം ചെയ്തു. അധികം വൈകാതെ ഭാര്യ മറ്റൊരു വിധവനെ കല്യാണം കഴിച്ചു. മക്കൾ വിദേശത്തായിരുന്ന അയാൾക്ക് കൂട്ടിനൊരു സഹായിയെ മാത്രമായിരുന്നു ആവശ്യം. ഏകദേശമൊക്കെ അയാൾ കിടപ്പിലായിരുന്നു. രാത്രികാലത്ത് ടെമ്പോ വാനുകൾ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടു തുടങ്ങി. ആ വീട്ടിലെ ഉത്തരവും കഴുക്കോലും ഭർത്താവും ഒഴികെ മറ്റെല്ലാം മകളുടെ വീട്ടിലേക്ക് ഭാര്യ ടെമ്പോ വാനിൽ നാട് കടത്തി. ഇത്തരം 3 പരീക്ഷണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം ആ സ്ത്രീ ആകെ പച്ച പിടിപ്പിച്ചു. അവരെ പറ്റി ഇപ്പൊ വലിയ വിവരമൊന്നുമില്ല. ഇതൊരു വൻ ചതിയൊന്നുമല്ല, ചൂഷണം മാത്രമാണ്. ഹോം നഴ്സായി തന്നെ സമർപ്പിച്ച് നന്നായി വസൂലാക്കിയ മിടുക്കി. പക്ഷെ വൃദ്ധനായ ഭർത്താവിനെ അബോധാവസ്ഥയിലാക്കി വിരൽ പതിപ്പിച്ച് സ്വത്തടിച്ചു മാറ്റിയവരും തലയിണ മന്ത്രം ഓതി എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ചവിട്ടിക്കൂട്ടിയ കഥകളും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. മക്കളെല്ലാവരും വിദേശത്ത് കുടിയേറിയ വൃദ്ധ പിതാക്കന്മാരാണ് വലയുന്നവരിലേറെയും. ഭക്ഷണം, ഒറ്റപ്പെടൽ, രോഗം, അവശത എല്ലാം കൂടിയാവുമ്പോൾ അന്തിക്കൂട്ടിനൊരാളില്ലാതെ പറ്റില്ല എന്ന സ്ഥിതി. ഹോം നഴ്സുമാരെ ഒറ്റയ്ക്കുള്ള പുരുഷന്മാർക്ക് വിശ്വസിക്കാനും പാടാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ആരൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ തന്നെ പരിചരിക്കുമെന്ന പ്രതീക്ഷയിൽ ഭാര്യയാക്കുന്നു. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ഗതികേടും. മധുവിധു കഴിഞ്ഞാൽ ഭാര്യ ഭരണാധികാരിയാവുന്നു. അവരാണല്ലോ അയാളേക്കാൾ ചെറുപ്പം, ആരോഗ്യമുള്ളതും. എതിർത്തു പറഞ്ഞാൽ ഇട്ടിട്ടു പോയാലോ? മിക്കവരും മക്കളെ വെറുപ്പിച്ചാണ് 2ാം വിവാഹത്തിന് വയസ്സാം കാലത്ത് ഇറങ്ങുന്നത്. അണ്ണാക്കിൽ പുഴുത്ത അവസ്ഥ. വേലക്കാരിക്ക് മാസം 20,000 രൂപ കൊടുക്കാൻ മടിച്ച് പെണ്ണ് കെട്ടി അതിബുദ്ധി കാണിച്ച കാർന്നോർക്ക് വീടും പറമ്പും ബാങ്ക് ബാലൻസും സമാധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2ാം വിവാഹ പരസ്യം നൽകിയ വൃദ്ധനെ പെണ്ണ് കാണിച്ച് ഇക്കിളി വർത്തമാനം പറഞ്ഞ് ഹണി ട്രാപ്പിൽ പെടുത്തിയ നാരീമണികളും നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട്. തൻ്റെ കാലശേഷം ഭാര്യയ്ക്ക് ജീവിക്കാൻ മാന്യമായ ഒരു തുക നിക്ഷേപിച്ച് വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന സമ്പന്നരായ വൃദ്ധ വരന്മാരോട് ഒരപേക്ഷയുണ്ട്. ചേരുന്ന പ്രായക്കാർ മതി. 70കാരന് 40കാരി തന്നെ വേണമെന്ന് ശാഠ്യം പാടില്ല. അപ്പോൾ അവൾ അവളുടെ കാര്യം നോക്കിപ്പോകും. സ്വന്തം ആരോഗ്യം കൂടി കണക്കിലെടുക്കണേ. അധികം ചെറുപ്പക്കാരിയെ വേണ്ടേ വേണ്ട. വയസ്സനായ ഭർത്താവിൻ്റെ വിശ്വാസം നേടിയിട്ട് പണമെല്ലാം അടിച്ചു മാറ്റി അയൽപക്കത്തെ യുവാവിനൊപ്പം സ്ഥലം വിട്ട എത്രയോ ചെറുപ്പക്കാരി ഭാര്യമാരുടെ കഥ പാഠമാകണം. രാത്രിയിൽ നൽകുന്ന പാലിൽ ഉറക്കഗുളിക നൽകി മയക്കി കിടത്തിയിട്ട് കാമുകനൊപ്പം അടുത്ത മുറിയിൽ നാളുകളോളം സുഖജീവിതം ആസ്വദിച്ച പെണ്ണുങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ. കൊന്നില്ലല്ലോ എന്ന് ആശ്വസിക്കുക. വാർദ്ധക്യത്തിലെ ഏകാന്തതയെ ഭയന്ന് പുനർവിവാഹം മതി എന്നതിനേക്കാൾ കെയർ ഹോമുകളെ പറ്റി ചിന്തിക്കണം നമ്മൾ മലയാളികൾ. പണം നൽകി പാർക്കാവുന്ന നിലവാരമുള്ള കെയർ ഹോം സംസ്കാരം കേരളത്തിലും വേരുപിടിച്ചു കഴിഞ്ഞു. നല്ലത്. ജീവിതത്തിന്റെ സായംകാലത്ത് ചികിത്സയും ഭക്ഷണവും സുരക്ഷയും ആളനക്കവും ഉറപ്പാക്കാൻ അതിനേക്കാൾ നല്ലൊരു സിസ്റ്റമില്ല. അതുകൊണ്ട് ഈ 2ാം വിവാഹം എന്നുള്ള ട്രാപ്പിൽ ചെന്നുപെടുന്നതിനേക്കാൾ കെയർ ഹോമുകളെ പറ്റി ചിന്തിച്ചു തുടങ്ങുക. പണമുണ്ടെന്ന് വരികിൽ അതൊരു പ്രയാസമേ അല്ല. സാമ്പത്തികം കുറഞ്ഞവർക്കും പാർക്കാവുന്ന തരത്തിലുള്ള കെയർ ഹോമുകൾ നമ്മുടെ നാട്ടിൽ സർക്കാർ തുടങ്ങാനിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും മറ്റൊരു വിശേഷവുമായി കണ്ടുമുട്ടാം.